ഹലോ ഗായ്സ്, ആഫ്റ്റർ എ ലോങ് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത്? എയർപോർട്ടിലോട്ട്. എന്തിനാണെന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ എല്ലാം ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ എങ്ങനെയുണ്ടെന്ന് പറയാം. ജസ്റ്റ് തട്ടിക്കൂട്ടലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സൂപ്പർമാൻ അല്ലല്ലോ, ബാറ്റ്മാൻ. ജസ്റ്റ് ഫോർ ഫണ്ണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം എന്തായാലും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു പാർട്ട് വരുന്നുണ്ട്, കാണണം. അപ്പോൾ തിങ്കളാഴ്ച ബിസിനസ് സ്റ്റഡീസ് പരീക്ഷയുണ്ട്. സ്കൂളിൽ നിന്ന് അറിയിച്ചതുകൊണ്ട് നമുക്ക് അതും കൂടെ എടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കാറിൽ ഇരുന്ന് പഠിക്കുന്നു. ഇല്ല, കാറിൻ്റെ ആ ഒരു പോക്കറ്റിനകത്ത് ഞാൻ ഈ സാധനം കിട്ടേ. കാറിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുൾ ഓഫ് ഡിസ്ട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അതെനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ അതും കൂടെ എടുത്തു. അല്ലാതെ പഠിക്കാത്തതുകൊണ്ടല്ല കേട്ടോ. അങ്ങനെ നമ്മൾ കാറും എടുത്ത് നേരെ അങ്ങോട്ട് വിട്ടു. ബുക്ക് എടുത്തു, കുറച്ച് വായിച്ചു, അടച്ചു വെച്ചു. പിന്നെ നമ്മൾ വായ നോക്കിയിരുന്നു. വായ നോട്ടാണല്ലോ മെയിൻ. അങ്ങനെ വീട്ടിൽ ചെന്ന് ലഗേജ് എല്ലാം എടുത്തു വെച്ചപ്പോൾ ഇവന്മാർ ഉറക്കമായി. ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്താൻ പാടില്ല, എന്നാലും ഞാൻ ശല്യപ്പെടും. ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? ഓ മൈ ഗോഡ്, ജസ്റ്റ് ഫോർ ഫണ്ണ്. അങ്ങനെ അവന്മാരെ ഞാൻ തന്നെ വിളിച്ചുണർത്തി. എല്ലാവരെയും പാക്കേജിങ്ങിലൊക്കെ ആയി. അവന്മാർക്ക് ഉടുപ്പും എല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ഇറങ്ങി. ഒരുത്ത ഇതുവരെ ഉറക്കം എണീച്ചിട്ടില്ല. അവനെയും തൂക്കിയെടുത്തുകൊണ്ടാണ് നമ്മൾ പോയത് കാറിൻ്റെ അടുത്തോട്ട്. പക്ഷേ കാർ കയറി കഴിഞ്ഞപ്പോൾ ഓണറുകയും ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ വണ്ടി തിരിക്കാം. അപ്പോൾ എല്ലാം ഓടി പെട്ടെന്ന് കയറി. എക്സൈറ്റ്മെൻറ്റിൻ്റെ തുള്ളിച്ചാട്ടം ഞാൻ അവിടെ കണ്ടു. താമസിക്കാതെ തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ എയർപോർട്ടിലെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യും. അങ്ങനെ എയർപോർട്ടിൽ എത്തി. നേരത്തെ എത്തി, ഒന്നും കൂടെ എത്തി എന്ന് പറഞ്ഞാണേ. ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ എത്തിയത്. അപ്പം നമ്മളുടെ അടുത്തൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് ഇവർ യാത്രയാകുന്നു ഗായ്സ് ദുബായിലേക്ക്. ഒരു സ്മോൾ വിഷമമുണ്ടായിരുന്നു, ബട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് അവർ യാത്ര അയച്ചു. അപ്പോൾ ഇവരൊക്കെ ഇവരുടെ അച്ഛൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഉടനെ തന്നെ അവിടെ എത്തിയതിന് ശേഷമുള്ളൊരു വ്ളോഗും വരുന്നതായിരിക്കും. അവരെനിക്ക് വീഡിയോ അയച്ചു തരും, ഞാൻ എഡിറ്റ് ചെയ്ത് അതിടും. അങ്ങനെ അവർ അതിൻ്റെ അകത്തോട്ട് കയറി ഗായ്സ്. ദേ ആർ വെരി ഹാപ്പി. ആര് പോയാലും ഇങ്ങനൊരു വീഡിയോ നിർബന്ധമാണ്, അതുകൊണ്ട് ഞാനും എടുക്കും. അങ്ങനെ അവർ പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് കാറിൻ്റെ അവിടെ എത്തി. ഉറക്കമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിയാൽ മതി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 2:30 അങ്ങനെ നമ്മൾ നടന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്താറായപ്പോൾ ഒരു സമാധാനം, കിടന്നുറങ്ങാമല്ലോ ഒന്ന്. പക്ഷേ പിറ്റേ ദിവസം ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിനും പോവേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചടങ്ങിന് പോയ വ്ളോഗ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആയി.